നേരം പുലർന്നു. അമ്മയുടെ പൈതൽ ഉറങ്ങുകയാണ്. അരുണന്റെ കിരണങ്ങൾ മാതാവിനെ തട്ടി ഉണർത്തി. പൊന്നു തമ്പുരാനെ എന്ന് വിളിച്ച് അവൾ ആ ദിവസത്തിന് തുടക്കം കുറിച്ചു. പതിയെ എഴുന്നേറ്റ് മുഖം കഴുകി. കഞ്ഞിക്കലത്തിനടിയിൽ ഇത്തിരി കരി ഉണ്ടായിരുന്നു. അത് വെച്ചവൾ പല്ലു തേച്ചു. ആ ദിവസത്തെ അവളുടെ പണികൾ ആരംഭിച്ചു. അലക്കി, അടിച്ചുവാരി, നിലം തുടച്ച്, ഭക്ഷണം പാകം ചെയ്ത് സ്വസ്ഥമായി ഒന്ന് പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒന്നിരുന്ന് ഒരുരുള വായിൽ വെക്കാൻ പോകുമ്പോഴതാ തൻ പൈതൽ കരയുന്നു. ഭക്ഷണം അവിടെ വെച്ച് കൈകൾ കഴുകി പൈതലിനെ എടുത്തുറക്കുമ്പോൾ പൈതൽ ഉറങ്ങുന്നില്ല. മാതാവിന്റെ വയറ് വിശപ്പറിയിച്ചു. കുഞ്ഞിനെ ഉറക്കി ഭക്ഷണം വീണ്ടും കഴിക്കാൻ പോകുമ്പോൾ അതാ ഒരു പാവപ്പെട്ട സ്ത്രീ പുറത്തുനിന്ന് വിളിക്കുന്നു. പുറത്തേക്ക് പോയി. ആ സ്ത്രീക്ക് വിശപ്പുണ്ടായിരുന്നു. മാതാവിന് സ്ത്രീയോട് അല്പം ദയ തോന്നി. ഉടൻ കയ്യിലുണ്ടായിരുന്ന കഴിക്കാൻ വെച്ചിരുന്ന ഉപ്പുമാവ് സ്ത്രീയുടെ കയ്യിൽ അർപ്പിച്ചു. സന്തോഷത്തോടെ സ്ത്രീ അത് കഴിച്ചു. മാതാവിന്റെ വിശപ്പടങ്ങിയത് ആ സ്ത്രീയുടെ മുഖത്തുണ്ടായിരുന്ന സന്തോഷം കാരണമാണ്. ആ സ്ത്രീ നന്ദി പറഞ്ഞ് അവിടെ നിന്ന് പോയി. മാതാവ് വീടിനകത്തേക്ക് പോയി. കുഞ്ഞ് അലറിക്കരയുന്നു. മാതാവ് അതിനെടുത്ത് താലോലിച്ചു. അതിന് പാൽ കൊടുത്തു, ഉറക്കി. ഉച്ചയായപ്പോൾ അവൾ ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ള ജോലികൾ ചെയ്തു. ദിവസവും ഇത് തുടർന്നു. ആ പൈതൽ ഇപ്പോൾ തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയായി. അവളുടെ അമ്മയ്ക്ക് ജോലികൾ താങ്ങാനാകാതെ വളരെ വേഗം മരണപ്പെട്ടു. അതിനുശേഷം അവൾ ഒറ്റയ്ക്ക് ജീവിച്ചു. ആ ഗ്രാമത്തിൽ ഇത്ര ദയയും സ്നേഹമുള്ള ഒരു പെൺകുട്ടിയും ഇല്ലായിരുന്നു. എല്ലാ ഗ്രാമവാസികളും പറയും അവളെ കാണാൻ അവളുടെ അമ്മയെ പോലെയാണെന്ന്. അവളുടെ അമ്മയെ പോലെ നീണ്ട മുടിയും അവൾക്കുണ്ടായിരുന്നു. അവളുടെ ആഗ്രഹം ഒരു ധീര വനിതയാവാനാണ്. അവളുടെ നല്ല സ്വഭാവം കണ്ട് സുരക്ഷാ കമ്മിറ്റി അവളെ വനിതാ പ്രസിഡന്റായി എടുത്തു. ഈ നിലയിൽ നിന്ന് അവൾ നന്നായി പഠിച്ച് വനിതാ കളക്ടറായി മാറി. പിന്നെ അവളുടെ മാതാവിന്റെ സഹോദരനോട് താൻ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നപ്പോൾ അച്ഛനില്ലാതെ അമ്മ എങ്ങനെ തന്നെ നോക്കി എന്ന് അന്വേഷിച്ചു. താൻ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നപ്പോൾ തടി നോക്കാതെ കിട്ടിയ ജോലിക്കെല്ലാം പോയി ആ പൈസ കൊണ്ടാണ് തന്നെ നോക്കിയതെന്നും പറഞ്ഞു. താൻ മരിച്ചാൽ ഈ കത്ത് മകൾക്ക് കൊടുക്കണമെന്നും പറഞ്ഞു. ആ കത്തിൽ ഇങ്ങനെയായിരുന്നു: ശ്രീഗ്രാമം 23/7/1988 തിങ്കൾ. പൊന്നുമോളെ, മോൾക്ക് സുഖമാണെന്നറിയാം. വേദന അറിയാതെയാണ് മോളെ ഞാൻ വളർത്തിയത്. ആ വേദന ദൈവത്തിനും എനിക്കും മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ടാണ് ഈശ്വരൻ അമ്മയെ വളരെ വേഗം അങ്ങോട്ട് വിളിച്ചത്. എന്റെ പൊന്നു പൈതൽ, വിഷമിക്കരുത്. അമ്മ മോളെ എന്നും കാണാറുണ്ട്. നിന്റെ ഉള്ളിൽ നിന്റെ കൂടെ ഞാൻ എന്നുമുണ്ട്. സ്നേഹവും ദയവും മാത്രം അറിയാവുന്ന ഒരു ദേവതയായി എന്റെ പൈതൽ മാറണം. ഒരു ധീര വനിതയായി ജനങ്ങളെ സേവിക്കണം. മകളുടെ സ്വന്തം അമ്മ. ആ കത്ത് വായിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ കരയുവാൻ തുടങ്ങി. കത്ത് നെഞ്ചോട് ചേർത്തവൾ എന്റെ പൊന്നു മാതാവേ എന്ന് ഉറക്കെ പറഞ്ഞു. ആ ഗ്രാമം മുഴുവൻ ആ വാക്ക് പ്രതിഫലിച്ചു. ഈ ചെറുകഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തെന്നാൽ, മാതാവിനെ പോലെ ഈ ലോകത്ത് മറ്റാർക്കും